ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനി എളുപ്പം അങ്ങക്ക് കാര്യം മനസ്സിലായി. നോക്കൂ, നമ്മൾ പരസ്പരം സഹായിക്കുമല്ലോ അല്ലേ? ഞാൻ നിങ്ങളൊക്കെ സഹായിക്കും. നിങ്ങൾ എന്തുകൊണ്ട്? അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവുകൾ കൊണ്ട് നമ്മൾ പരസ്പരം സഹായിക്കും പോലെ തന്നെ ജിന്നുകളും സഹായിക്കാം, ജിന്ന് മനുഷ്യരെ സഹായിക്കാം. ആ സഹായിക്കൽ തന്നെ കാഫിർ ജിന്ന് കാഫിറായ മനുഷ്യനെ സഹായിക്കാം. മനസ്സിലായോ? കാഫിർ ജിന്ന് കാഫിറായ മനുഷ്യനെ സഹായിക്കാം, ഫാസിഖായ ജിന്ന് കാഫിറായ മനുഷ്യനെ സഹായിക്കാം. കാഫിറായ ജിന്ന് ആദ്യം മുസ്ലിം ആയിരുന്ന മനുഷ്യനെ സഹായിച്ച് പിന്നെ അവനെ കാഫിറാക്കാം. നോക്കൂ, നിങ്ങൾ ഹബീബായ നബി പറഞ്ഞു, എല്ലാരും ഒപ്പം ജിന്നുണ്ടാവും. ഇങ്ങനെ പറയും, ഷെയ്ത്താന്റെ കൂട്ടില്ലാത്ത ഒരാളുമില്ല. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, അഫ അന്ത, നിങ്ങളോ? സ്വഹീഹ് മുസ്ലിം. എല്ലാവർക്കും ഷെയ്ത്താന്റെ കൂട്ടുണ്ട്. അഫ അന്ത, നിങ്ങളോ? വഅന, എനിക്കുണ്ട്. പക്ഷേ എന്നോടൊന്നും ഇങ്ങോട്ട് മിണ്ടാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ അവനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അങ്ങനെ പറയും. ഫനസഹത്തു, ഞാൻ അവനോട് പറഞ്ഞു അസ്ലമ, അവനിപ്പം മുസ്ലിം ആയിട്ടുണ്ട്. ഫലാ യഉമുറുനി ഇല്ലാ ബിഖൈരിൻ, ഇപ്പൊ നല്ലതല്ലാതെ എന്നോടൊന്നും പറയാറില്ല. സ്വഹീഹ് മുസ്ലിം. അപ്പൊ മുസ്ലിമീങ്ങളുണ്ട്, മറ്റതുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാന്നറിയോ? ഈ പൈശാചിക പ്രവണതകളും ആത്മീയ ചികിത്സകളിലുമൊക്കെ ഈ ജിന്നുകളെ സ്വാധീനം ഉണ്ടാകാവുന്നതാണ്. ജ്യോത്സ്യപ്പണിക്ക് സഹായിക്കും ആര്? ജിന്ന് സഹായിക്കും. ആര്? ഏത് ജിന്ന് സഹായിക്കില്ല? ഏത് ജിന്ന് സഹായിക്കില്ല? മുസ്ലിമായ മുഅ്മിനായ ജിന്ന് സഹായിക്കില്ല. ഏതുപോലെ ഫാസിക്കും സഹായിക്ക, കാഫിറും സഹായിക്ക. നമ്മളെ കൂട്ടത്തിലെ ഫാസിക്കായ മുസ്ലിമീങ്ങൾ ജ്യോത്സ്യ മഠങ്ങളിൽ പോകുന്നുണ്ടല്ലോ, കാഫിറും പോകുന്നുണ്ടല്ലോ. എന്നതുപോലെ സഹായവും ഉണ്ടാകാം. ഇത് ജിന്നുകളെ ഭാഗത്ത് നിന്നുണ്ടാവാം, നന്മ ഉണ്ടാവാം, അവരുടെ ഭാഗത്തിൽ നിന്ന് തിന്മ ഉണ്ടാകാം. പലപ്പോഴും തിന്മയുടെ അളവാണ് കൂടുതൽ. കാരണം അവരെ ബാപ്പ തന്നെ വളരെ മോശാണ്. അബുൽ ജാനി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ബാപ്പന്നെ മോശാണ്. നമ്മളെ ബാപ്പ നല്ല ആളാണ്, സയ്യിദുന ആദം അലൈഹിസ്സലാം. അവർക്കൊരു ബാപ്പാനെ വരെ നല്ലത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു നബി പോലും അവരെ കൂട്ടത്തിൽ ഉണ്ടായില്ല. എല്ലാം നമ്മളാളുകളാണ് അവർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കുമാണ് ഹബീബായ റസൂലുള്ളാഹിനെ പറഞ്ഞയച്ചത്. നോക്കൂ നിങ്ങൾ, സയ്യിദുന സുലൈമാൻ കണ്ടില്ലേ? സയ്യിദുന സുലൈമാൻ അല്ലാഹു തആല ഇൻസിലേക്കും അയച്ചു, ജിന്നിലേക്കും അയച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ, എല്ലാവരിലേക്കും അയച്ചു. നോക്കൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇനി അവരെ കഴിവുകൊണ്ട് അപകടം വരുത്തുന്ന ആളുകൾ, നല്ലവരെ നമുക്ക് പിന്നെ പറയാം, അപകടം വരുത്തുന്ന ആളുകൾ ആരെ ആക്രമിക്കും? ജിന്നിലെ ശൈത്താന്മാര് ആരെ ആക്രമിക്കും? ഇന്നെ ആക്രമിക്കൂല, എന്റെ അടുത്തേക്ക് ഒരു ശൈത്താനും വരില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവനാണ് ശൈത്താൻ. ആര് പറഞ്ഞവൻ? ഒരുത്തൻ പറഞ്ഞു നോക്കാം, എന്റെ അടുത്തേക്ക് ഒരു ശൈത്താനും വരില്ല എന്ന് പറഞ്ഞാൽ അവൻ ശൈത്താനാണ്, അവൻ പേടിക്കണം. എന്തുകൊണ്ട്? മുഹമ്മദ് നബിയുടെ അരികിലേക്ക് പോയിട്ടുണ്ട് ശൈത്താൻ. സ്വഹീഹുൽ ബുഖാരി. എന്റെ അഭിപ്രായമല്ല. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് നേരം വെളുക്കുമ്പോൾ പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരി ഇന്ന ഇഫ്രീതൻ മിനൽ ജിന്നി വ ഇഫ്രീത് ജിന്ന് തഫല്ലത്തിൽ ബാരിഹ ലിയഖത അലയ്യ സ്വലാത്തി. ഇന്നലെ അന്തിക്ക് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ എൻ്റെ നിസ്കാരം മുടക്കാൻ വേണ്ടിയിട്ട് ഒരു ജിന്ന് വന്നു, ഇഫ്രീത്ത് ജിന്ന്. ആരടുത്തേക്കാ പോകുന്നത് നോക്കണം? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. എന്തിന്? സ്വഹീഹുൽ ബുഖാരി. പഠിക്കാതെ വിളിച്ചു പറയരുത്. സ്വഹീഹുൽ ബുഖാരി. എനിക്കൊരു കാര്യം കിട്ടൂലെങ്കിൽ കിട്ടൂല എന്നാ പറയണ്ടത്. ചിന്തിക്കണം. ഇന്ന ഇഫ്രീതൻ മിനൽ ജിന്നി തഫല്ലത്തിൽ ബാരിഹ ലിയഖത അലയ്യ സ്വലാത്തി. എന്റെ നിസ്കാരം നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ ഇന്നലെ രാത്രി ഒരു ജിന്നന്റെ അടുത്ത് ഇഫ്രീത്ത് ജിന്ന് വന്നു. ഫഅംകനനി അല്ലാഹു മിൻഹു. അവനെ പിടികൂടാൻ എനിക്ക് അല്ലാഹു തആല സൗകര്യം ചെയ്തു തന്നു. ഫഅഖദതുഹു. അങ്ങനെ ഞാൻ അവനെ പിടിച്ചു. ആരെ? ഇഫ്രീത്തിനെ പിടിച്ചു. സ്വഹീഹുൽ ബുഖാരി വേറെയല്ല, സ്വഹീഹുൽ ബുഖാരി. പള്ളിന്റെ ഒരു തൂങ്കാലിൽ അവനെ പിടിച്ച് കെട്ടാൻ വേണ്ടി ഞാൻ കരുതി. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന് പറയുന്നത്. വിവരമുള്ളത് ഒരു മനുഷ്യൻ നിഷേധിക്കരുത്, വിവരത്തെ നിഷേധിക്കരുത്, മനസ്സിലാക്കണം. സ്വഹീഹുൽ ബുഖാരി. ഫഅറത്തു, ഞാൻ വിചാരിച്ചു, അവനെ പിടിച്ചു കെട്ടാൻ അലാ സാരിയത്തി മിൻ സിവാരിൽ മസ്ജിദി, ഈ പള്ളിന്റെ ഏതെങ്കിലും തൂങ്കാൽമ പിടിച്ചു കെട്ടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചതാണ്. ഹത്താ തൻളുറു ഇലൈഹി കുല്ലുക്കും, നിങ്ങൾക്കൊക്കെ രാവിലെ വന്നാൽ കാണാലോ, അതിന് വേണ്ടിയിട്ട്
ഹത്താ തൻളുറു ഇലൈഹി കുല്ലുക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും രാവിലെ വന്നാൽ കാണാൻ വേണ്ടി പിടിച്ചു കെട്ടാൻ വേണ്ടി ഞാൻ കരുതിയതാണ്. ഫദക്കർതു ദഅവത അഖി സുലൈമാൻ, അപ്പോഴാണ് എൻ്റെ അഖ് സുലൈമാന്റെ പ്രാർത്ഥന എനിക്ക് ഓർമ്മ വന്നത്. അല്ലാഹുവേ, ഈ ജിന്നിനെ ഇക്കോലം രാജാവാകാൻ എനിക്ക് ശേഷം ഒരു നബിക്കും നീ അധികാരം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്. ഫദക്കർതു അഖി സുലൈമാൻ റബ്ബി ഹബ്ലി മുൽക്കൻ, ഈ ജിന്നിനുള്ള രാജാധികാരം, ജിന്നിന്റെ രാജാവായി തീരുന്ന അധികാരം ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, ഒരാൾക്കും നീ വേറെ കൊടുക്കരുത്. ഒരു സഹായിച്ചോട്ടെ, പക്ഷെ രാജസ്ഥാനാണല്ലോ പിടിച്ചു കിട്ടുക എന്നുള്ളത്, അതിന് കഴിയരുത് എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ അവനെ നിന്ദനായി വിട്ട് അയച്ചു, ഇല്ലെങ്കിൽ അവനെ നിങ്ങൾക്ക് രാവിലെ കാണാമായിരുന്നു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. അപ്പൊ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഏത് വലിയ ആളെയും നശിപ്പിക്കാൻ ശൈത്താൻ വരാം. ജിന്നറാ ശൈത്താനാ. നിസ്കാരം നശിപ്പിക്കാൻ വന്ന ആളാരാ? ജിന്നിലെ ആരാണ്? ശൈത്താന. ഇന്റെ അടുത്തേക്ക് ശൈത്താൻ വരില്ല എന്ന് പറയരുത്. ആ ചട്ടം പിത്രൊന്നും വേണ്ട, അതിന് കിബ്ർ എന്നാ പറയാ. ഇനി വേറെ ഹദീസ് കേട്ടോളൂ. ഖാല റസൂലുള്ളാഹി, സ്വഹീഹ് മുസ്ലിം, മുസ്ലിമിന്റെ ഹദീസ് കൂടി കേട്ടോളൂ. ഇന്ന അദുവല്ലാഹി ഇബ്ലീസ ജാഅ ബിശിഹാബിൻ മിൻ നാരിൻ ലിയജ്അലഹു ഫീ വജ്ഹി, എന്റെ മുഖത്തേക്ക് ആസിഡ് ബൾബ് എറിയാൻ, ആസിഡ് ബൾബിനെക്കാളും വലിയ ആസിഡ് ബൾബ് നിനക്കുണ്ടല്ലോ, എന്റെ മുഖത്തേക്ക് ആസിഡ് ബൾബിനെക്കാളും വലിയ ആസിഡ് ബൾബ് എറിയാൻ ഒരു തീന്റെ ഒരു മിസൈലുമായിട്ട്, ഷിഹാബ് ചെങ്കോല് മിസൈല് എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഇബ്ലീസ് ഇന്നലെ അന്ത്യക്ക് വന്നു, എന്റെ മുഖത്തേക്ക് എറിയാൻ വേണ്ടി. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഖുൽതു, ഉടനെ ഞാൻ പറഞ്ഞു, അഊദു ബില്ലാഹി മിൻക സലാസ മററാത്തിൻ, മൂന്നോട്ട് അഊദു ബില്ലാഹി മിൻക സലാസ മററാത്തിൻ അൽഅനകമുല്ലാഹു ബിലഅനത്തില്ലാഹി തമ്മ, അല്ലാഹു എന്നെ പൂർണ്ണമായി ശപിക്കട്ടെ, നിന്നെ തൊട്ട് അല്ലാഹു എന്നെ കാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഫഅറത്തു ആഖുദഹു, എന്നിട്ട് ഞാൻ അവനെ പിടിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. വല്ലാഹി ലൗ ലാ ദഅവതു അഖീനാ സുലൈമാൻ, സുലൈമാന്റെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ സ്വഹീഹ് മുസ്ലിം. സുലൈമാന്റെ പ്രാർത്ഥന എങ്ങാനില്ലായിരുന്നുവെങ്കിൽ നേരം വെളുക്കുമ്പോൾ നിങ്ങൾക്ക് അവനെ കെട്ടിയിട്ടതായി കാണാൻ കഴിയുമായിരുന്നു. മദീനയിലെ കുട്ടികൾക്കൊക്കെ അവനെ പിടിച്ച് കളിക്കാം, അവന്റെ വാലൊക്കെ പിടിച്ച് കളിക്കാൻ പറ്റും. അങ്ങനെ ആ രൂപത്തിൽ അവനെ പിടിച്ച് കെട്ടിടാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ചെയ്യാതിരുന്നത് എൻ്റെ സുലൈമാന്റെ പ്രാർത്ഥന കാരണമായിട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതും എവിടെയെങ്കിലും ഉള്ളതല്ല, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിന്റെയും യഖീനായ ഇൽമാണ് നിങ്ങളോട് ഈ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ആരെയും ആക്രമിക്കും. ഒരായത്ത് കണ്ടോളൂ. വദ്കുർ അബ്ദനാ അയ്യൂബ് إذ نادى ربه أني مسني الشيطان بنصب وعذاب. സൂറത്ത് സ്വാദിന്റെ 41-ാമത്തെ വചനം. വദ്കുർ അബ്ദനാ അയ്യൂബ, നമ്മുടെ അയ്യൂബ് എന്ന അടിമ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇദ് നാദാ റബ്ബഹു, തന്റെ രക്ഷിതാവിനെ വിളിച്ചു. അന്നീ മസ്സനിയ ശൈത്താൻ, പിശാച് എന്നെ തൊട്ട് കഴിഞ്ഞു, എന്നെ സ്പർശിച്ചു കഴിഞ്ഞു. പിശാചിന്റെ സ്പർശം, ബാധ കൂടുക, പിശാച് കയറുക, തടി കയറുക, അതൊക്കെ അതിന്റെ അർത്ഥം. അവൻ എന്നെ സ്പർശിച്ചു, അവൻ എന്നുമായി ബന്ധപ്പെട്ടു, എന്റെ തടിയിൽ കയറി. ബിനുസ്ബിൻ, അവശത കൊണ്ടും, വഅദാബിൻ, അദാബ് കൊണ്ടും അവൻ എന്നെ ബുദ്ധിമുട്ടാക്കി, അവശനാക്കി. ആര്? ശൈത്വാൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഇമാം തിബരി തങ്ങൾ ഇബ്നു കസീറും പറയുന്നത് അന്നൻ നുസ്ബല്ലദി അഹദതഹു മസ്സു ശൈത്താനിലി അയ്യൂബ, അയ്യൂബിന് പിശാചുണ്ടാക്കിയ ഉപദ്രവം കാന ബലഅൻ ഫിൽ ജസദി, തടിയിൽ രോഗം കൊടുക്കലായിരുന്നു. അപ്പൊ തടിയിൽ രോഗം ഉണ്ടാവാൻ നിമിത്തമാകും. രോഗം ഉണ്ടാക്കിയാലാരാ? അല്ലാഹു. ആ രോഗത്തിന് നിമിത്തമായി ആര്? ശൈത്താൻ. അപ്പൊ ശൈത്താന് രോഗം ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ വിഡ്ഢിത്തരാണ്. നമുക്ക് മിംസില്ലേ, നമുക്ക് കിംസില്ലേ, നമുക്ക് ബേബില്ലേ, കാലമൊക്കെ പുരോഗമിച്ചില്ലേ എന്നൊക്കെ ഒന്നും പറയണ്ട. ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളത് തന്നെയാണ്. ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊന്നും നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുതൽ ബഹുമാനപ്പെട്ട സലഫിലും ഖലഫിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനമാണ്. ഒരു പെണ്ണിന് പ്രസവിക്കാൻ നേരം വൈകിയാൽ ഖുർആനിലെ ആയത്തുകൾ എഴുതി കൊടുത്തിട്ട് ആ പെണ്ണിനെ കൊണ്ട് കുടിപ്പിക്കുക. സ്വഹാബികളിൽ ഏറ്റവും വലിയ പിഞ്ഞാണം എഴുത്തുകാരൻ അലി ബിൻ അബീ ത്വാലിബ് ആയിരുന്നു എന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നമുക്കിപ്പം മിംസും കിംസും ഒക്കെ ആയപ്പോൾ നമുക്കതിന്റെ ആവശ്യമില്ലാത്തൊരു കാലം വന്നപ്പോ നമ്മൾ ആ സത്യത്തെ നിഷേധിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കലാശത്തിൽ കൊണ്ടുപോകാൻ അതിന് വിരോധമില്ല, അതില്ല എന്ന് പറയുന്നത്. സ്വഹാബികളെ കൂട്ടത്തിൽ വളരെ ചിന്തിക്കണം. സത്യവും സാക്ഷ്യപ്പെട്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. ആർക്കും ഈ ശബ്ദം ശ്രവിക്കുന്ന ആർക്കും ഞാനുമായി ഇതുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സമീപിക്കാവുന്നതാണ്. വളരെ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് അടുത്തിരിക്കുന്നവർ അങ്ങനെ ഞാൻ മനസ്സിലാക്കണില്ലേ. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തിരുന്ന് കൊടുത്തു. ഞാൻ എന്റെ കാൽവെള്ളയിൽ ഇരുന്ന് കൊടുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ. കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ ദർസിൽ പഠിക്കാൻ അങ്ങനെ ഇരുന്ന് കൊടുത്തു. എന്റെ നെഞ്ചിൽ ഒരു അടി അടിച്ചു. എന്റെ വായിലേക്ക് തുപ്പുകയും ചെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് അടിച്ചു, എന്റെ വായിലേക്ക് തുപ്പി. എന്നിട്ട് ഫഖാല, എന്റെ വായാണ്ട് കിട്ടി വളർന്നു. എന്നിട്ട് വായിലേക്ക് തുപ്പി, നെഞ്ചിലേക്ക് അടിച്ചു, വായിലേക്ക് തുപ്പി. ഫഖാല, എന്നിട്ട് റസൂൽ ഉഖ്റുജി യാ അദുവല്ലാഹ്, പുറത്ത് പോട ശൈത്താനെ എന്ന് റസൂൽ പറഞ്ഞു. ഉഖ്റുജി യാ അദുവല്ലാഹ്, ഉഖ്റുജി യാ അദുവല്ലാഹ് ബേസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. തടി കയറിയ ശൈത്താനെ പുറത്താക്കുന്ന പരിപാടി ഉണ്ട് എന്നിട്ട് മനസ്സിലാക്കാം. അതൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോ പോകാൻ ആയത്തുൽ കുർസി ഓതിക്കോ, അങ്ങനെയല്ല പറഞ്ഞത്. ഇങ്ങോട്ട് വാ, പരിഹാരം ഉണ്ട്, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അടുത്തിരിക്കുന്ന നെഞ്ചിലൊന്ന് അടിച്ചു. അപ്പൊ അടിയും കണ്ട് ഞാൻ വിശദീകരിക്കുന്നത്. അതൊക്കെ പിന്നീട് ബലിഷ്ഠമായ ന്യായങ്ങൾ പറയും, ബലിഷ്ഠമായ സൂര്യപ്രകാശം പോലത്തെ ന്യായങ്ങൾ പറയും. ശ്രദ്ധിക്കുക, സത്യത്തെ നിഷേധിക്കും വേണ്ട, ചുളുവിൽ തട്ടിപ്പിനെ അനുവദിക്കും ചെയ്യരുത്. ഈ മധ്യത്തിലാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ കുന്തും ഖൈറ ഉമ്മയായ നമ്മൾ പോകേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ വായിലേക്ക് തുപ്പിയിട്ട് പറഞ്ഞു, ഓടെ പുറത്ത് പോടാൻ. അങ്ങനെ റസൂലുള്ളാഹി 3 തവണ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇൽഹഖ് ബി അമലിക, നീ തൊഴിലിന് പോയിക്കോ. ഞാൻ അങ്ങനെ തൊഴിലിന് പോന്നു. അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്റെ ജീവിതത്തെ അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല. ശൈത്താൻ അതോടുകൂടെ പുറത്തു പോവുകയും ചെയ്തു. നോക്ക്, ഒരു സംഭവം കൂടി കേട്ടോളൂ. ഹമനാ ബിൻത് ജഹ്ശിൻ ഖാലത്, ഹമനാ ബിൻത് ജഹ്ശ് റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്തു അസ്തഹാദു ഹൈലതൻ കഥീ ശദീദ. ഹമനാ ബിവി, സൈനബ ബിൻത് ജഹ്ശിന്റെ അനുജത്തിയായ ഹമനാ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് എപ്പോഴും ഇങ്ങനെ ഹൈല് കൂടുക, വലിയ ശക്തിയായിട്ട് കൂടുക, ഹൈല് അങ്ങനെയൊക്കെ കൂടുക. ഫജിഇതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. അസ്തഫ്തീഹി, റസൂലുള്ളാഹിനോട് ഫത്വ ചോദിക്കാൻ വേണ്ടി. തുർമദി, അബൂ ദാവൂദ്, അഹ്മദ് ഇവരൊക്കെ റളിയല്ലാഹു അൻഹും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഫത്വ ചോദിക്കാനാ ചെന്നത്. എന്തിന്? ഇങ്ങനെ ഹൈല് കൂടിയാൽ നിസ്കരിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നറിയാൻ ഞാൻ ചെന്നത്. എന്റെ ഉഖ്തായ സൈനബ ബീവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി ഉള്ള ദിവസം ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഫഖാല, എന്നിട്ട് ഞാൻ എന്റെ പോന്ന് റസൂൽ ചോദിച്ചു. അപ്പൊ കൊൽത്തു, ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹി നബിയെ, ഇനി അസ്തഹാദു ഹൈലതൻ കസീറതൻ ശദീദ, എനിക്ക് വല്ലാതെ ഹൈല് പോരുന്നു നബിയെ. ഫമാ തറാഫിയ, എന്താ അങ്ങയുടെ അഭിപ്രായം? ഖദ് മനഅതനി സ്വലാത്ത വസിയാമ, എനിക്ക് നോമ്പ് നോൽക്കാൻ നിസ്കരിക്കാൻ കഴിയണില്ല, അതുകൊണ്ട് എന്ത് വേണമെന്ന് അറിയാൻ വേണ്ടി പോന്നതാണ്. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദിഹി റഖലതും മിൻ റഖലാത്തി ശയാത്വീൻ, ഇത് പിശാചിന്റെ അടിയാണ് എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഖലത്ത് അടി. അപ്പൊ ശൈത്താൻ അടിച്ചാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കണ്ണേറ് ചില ആളുകളൊക്കെ വിചാരിക്കുന്ന കണ്ണേറ് സത്യമല്ല, അതൊക്കെ ഇസ്ലാമിനെ കളവാക്കല, അതൊക്കെ കുഫറിലേക്കും രിദ്ദത്തിലേക്കും തേടല. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി ഒക്കെ വ്യക്തമായി പറഞ്ഞ കാര്യമല്ലേ. മുസ്ലിമിന്റെ ഹദീസ് കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. قال رسول الله عن ابي هريره قال رسول الله العين حق العين حق, കണ്ണേർ വാസ്തവമാണെന്ന് മുഹമ്മദ് നബി. കണ്ണേർ യാഥാർത്ഥ്യമാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൽ ഐനു ഹഖ്ഖുൻ, ഇമാം അഹ്മദ് മുസ്നദിൽ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, കണ്ണേർ സത്യമാണ്. വയഹ്ദുറുഹാ വയഹ്ദുറു ബിഹാ ശയാത്തീൻ വഹസദു ബിനി ആദം. 2 വഴിയിലാണ് മനുഷ്യന്മാർക്ക് കണ്ണേറുണ്ടാവുക. ഒന്ന് ശൈത്താൻ കൊണ്ടുവരും, ഒന്ന് ഹസദ് ബിനി ആദം, മനുഷ്യന്മാരുടെ അസൂയ മനുഷ്യന്മാർക്ക് കണ്ണേറ് ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ, സ്വഹീഹ് മുസ്ലിമിന്റെ വേറൊരു ഹദീസ്, ഉമ്മു സലമ ബീവി പറയുന്നു, എന്റെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തർഖുലഹാ, അവൾക്ക് മന്ത്രിച്ചു കൊടുക്ക്, ഫഇന്ന ബിഹാ നളറ, അവൾക്ക് ദൃഷ്ടി പറ്റിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം.
സ്വഹീഹ് മുസ്ലിം. ശാസ്ത്രം പുരോഗമിച്ചു എന്ന് കരുതിയിട്ട് അള്ളാന്റെ ദുനിയാവിലെ അടിസ്ഥാനപരമായ വസ്തുതകൾ ഒരിക്കലും നിഷേധിക്കരുത്. അത് ക്ഷന്തവ്യമല്ല എന്ന് വളരെ വിനയത്തോടെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വേറെ ഒരുപാട് ഹദീസുകൾ കാണാം, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തിന് ആയത്ത് കാണാം? ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. ബഹുമാനപ്പെട്ട സയ്യിദുനാ യാഖൂബ്, ഒരുപാട് ഹദീസുണ്ട്, ഞാനത് ഒഴിവാക്കി പോവാൻ കാരണം നേരമില്ല. സയ്യിദുനാ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുട്ടികളെ കൊട്ടാരത്തിലേക്ക് റേഷന് വേണ്ടി പറഞ്ഞേച്ചപ്പോ മക്കളോട് പറഞ്ഞു, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങളെല്ലാരും കൂടെ ഒരു വാതിലിലൂടെ കയറരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് ഒന്നായാൽ മതി, വാതിലൊക്കെ കൂടെ ഓരോരുത്തര് വേറെ വേറെ വാതിൽ കയറണം എന്ന്. ഈ ആയത്ത് വിശദീകരിക്കുന്ന ലോക പ്രശസ്ത തഫ്സീറുൽ കബീർ ഇമാം റാസി തങ്ങൾ പറയുന്നു, ഇവിടെ ഈ ബഹുമാനപ്പെട്ട ഇമാം റാസി യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ പറയാൻ കാരണം അന്ന അബ്നാ യാക്കൂബ ലമ്മ അസമു അലൽ ഖുറൂജ് ഇലാ മസ്റ, മിസ്റിലേക്ക് റേഷൻ വാങ്ങാൻ പോയപ്പോ കാനൂ മൗസൂഫീന ബിൽ ജമാലി വൽ കമാലി വ അബ്നാഇ റജുലിൻ വാഹിദിൻ, ഒരാളെ മക്കള് മൗസൂഫീന ബിൽ കമാലി, പൂർണ്ണരും, വൽ ജമാലി, സൗന്ദര്യമുള്ളവരൊക്കെ ആയിരുന്നു. അതൊക്കെ അബ്നാഉ റജുലിൻ വാഹിദിൻ, എല്ലാം ഒറ്റ വാപ്പാന്റെ മക്കള്. അങ്ങനെ ആയപ്പോ ഇന്നഹു ഖാഫ മിനൽ ഐനി അലൈഹിം, ഇവർക്ക് കണ്ണേറ് പറ്റുമെന്ന് നബി പേടിച്ചു പോയി. ഇതുകൊണ്ടാണ് ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, ഒരു വാതിലൂടെ കയറരുത്. വഹുവൽ ഖൗലുൽ മശൂർ, ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രഗത്ഭമായ തഫ്സീർ എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂറത്ത് യൂസുഫിന്റെ 67ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. വേറെയും കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, വേറെ ഒരു ഒറ്റ സംഭവം കൂടി പറയാം, ശ്രദ്ധിക്കുക. ഞാനും നബിയും കൂടി ഒരു യാത്ര പോയി. ഞാനും നബിയും കൂടി യാത്ര പോകുമ്പോ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ കുട്ടിയെ കൊണ്ട് വഴിയിലിരിക്കണു. അബൂദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണില്ല, അത് ഉറങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? എൻ്റെ പണി ഏതായാലും നിങ്ങൾക്കില്ലല്ലോ, നിങ്ങളെ തലേക്ക് കയറാൻ വേണ്ടിയാണ് പറയണത്. ഇതിൽ 2 വഴിയുണ്ട്, ശരിയുണ്ട് തെറ്റുണ്ട്. ഒന്നുമില്ല എന്ന് പറയരുത്. ഒക്കെ ഉണ്ട്, അള്ളാന്റെ ദീനുള്ളതൊക്കെ ഉള്ളത് തന്നെയാണ്. അതിനി ലോകമൊക്കെ എതിരായാലും ഇവിടെ ദജ്ജാലിന്റെ വല്യപ്പ വന്നാലും നമ്മൾ അള്ളാന്റെ ദീനിൽ നിൽക്കുന്നിടത്ത് നിൽക്കണം. കാലം മാറിയപ്പോ കുറെയൊക്കെ അങ്ങോട്ട് മാറ്റി എറിയരുത്. അള്ളാന്റെ ദീനാണിത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇത് വിശദീകരിക്കാനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ അബൂദാവൂദിന്റെ ഹദീസ്. അബൂ യഅല ഇബ്നു മുറ തങ്ങൾ പറയുന്നു, ഞാനും നബിയും കൂടി യാത്ര പോയപ്പോ ഒരു വഴിയിലുണ്ട് ഒരു പെണ്ണും ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഫഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലുള്ളാഹി നബിയെ, അതാ സബിയുൻ അസാബഹു ബലാ, ഇതൊരു ചൈത്താൻ കൂടിയ കുട്ടിയാണ്, വലിയൊരു വിഷമാണ് ഈ കുട്ടിക്ക്. യുഖദു ബിൽ യൗമി മാ അദ്രി കമറ, നമ്മള് ഈ അപസ്മാരം എന്താ പറയാ അല്ലേ, അപസ്മാരം പോലത്തെ ഒരു ഭ്രാന്ത് പോലെ, ഒരു അപസ്മാരം പോലത്തെ ഒരു രോഗം, ഒരു ഭ്രാന്ത് പോലെ ഈ കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. മാതിരി കമ്മറ, ഒരു ദിവസം തന്നെ മാതിരി കമ്മറ, എത്ര ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്തു തരണമെന്ന്. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, നാവിൽ നീ, റസൂലുള്ളാഹി ഒട്ടകപ്പുറത്താ, നാവിൽ നീ ആ കുട്ടിനെ കൊണ്ട് എടുത്ത് പൊക്കുകയെന്ന് പറഞ്ഞു. ഫറഫഅതുഹു, അപ്പൊ ഈ പെണ്ണ് ഈ കുട്ടിയെ എടുത്ത് പൊക്കി കൊടുത്തു. റസൂലുള്ളാഹിന്റെ ഒട്ടക കട്ടിലിന്റെയും അതിന്റെ അങ്ങയുടെ അവിടുത്തെ മുന്നിൽ ഈ കുട്ടി അങ്ങ് ഇരുത്തി. ഫനഫസ ഫീഹി സലാസൻ ബിസ്മില്ലാഹി അന അബ്ദുല്ലാഹി ഇഖ്സ യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു പുറത്തു പോടാ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി 3 വട്ടം ഈ കുട്ടിയെ ഊതി. സുമ്മനാവലഹ, പിന്നെ ഈ കുട്ടിയെ അങ്ങോട്ട് മടക്കി കൊടുക്കുകയും ചെയ്തു. അബൂദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, ശ്രദ്ധിക്കണം. കുട്ടിയെ വന്ന് ഊടി, പുറത്തു പോടാ ശൈത്താൻ എന്ന് പറഞ്ഞ് ഊതി, എന്നിട്ട് കുട്ടിയെ മടക്കി കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിലെ മടങ്ങി വരും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിലെ മടങ്ങും. ഞങ്ങൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഞങ്ങളെ യാത്രാ സംഘം ഇവിടെ എത്തിയാൽ നീ ഇന്നൊന്ന് വന്ന് കാണണം, പിന്നെ എന്തുണ്ടായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞേൽപ്പിച്ച് റസൂലുള്ളാഹി യാത്ര പോയി. ഞങ്ങളൊക്കെ യാത്ര പോയി. അങ്ങനെ ഞങ്ങൾ മടങ്ങി വന്നപ്പോ വജദ്നാഹാ ഫീ ദാലിക്കൽ മക്കാനി, ഈ പെണ്ണുണ്ട് ഈ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. മഅഹാ ശിയാഹുൻ സലാസുൻ, ഈ പെണ്ണിന്റെ കൂടെ 3 ആടുകളുമുണ്ട്. വശൈഅം മിൻ നഖത്തിൻ, ഒരൽപ്പം പാൽക്കട്ടിയുമുണ്ട്. വശൈഅം മിൻ സംനിൻ, ഒരൽപ്പം നെയ്യുമുണ്ട്. ഇതുകൊണ്ട് ഈ പെണ്ണ് കാത്തിരിക്കാം. ഫഖാല, റസൂലുള്ളാഹി മാ ഫഅല സബിയുക, നിന്റെ കുട്ടിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു. ഫഖാലത്, അവൾ പറഞ്ഞു, വല്ലാഹി മാ ഹസസ്നാ മിൻഹു ശൈഅൻ
പിന്നെ ഇതുവരെ ഇളകിയിട്ടേ ഇല്ല. അപ്പൊ ഉണ്ടായിരുന്നു അങ്ങ് ഊതിയ ശേഷം പിന്നെ ഇളകിയിട്ടില്ല എന്ന്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഈ മൂന്നാടും ഒരു നെയ്യും പാൽ കിട്ടി. ഫഖാല റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, യഹ്യ ഇബ്നു മുറ പറയാണ്, ഞാൻ നബിയുടെ കൂടെ ഞാൻ ആ യാത്ര റസൂലുള്ളാഹിന്റെ ഖാദിം അന്ന് ഞാനായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഖുദിൽ അഖിത്ത വസംന, വലിയ വിലയുള്ളതൊന്നും എടുക്കണ്ട, അത് പാവങ്ങളാണ്, സാധുക്കളാണ്, ഏർപ്പാടാക്കി മാറ്റൊന്നും വേണ്ട. ആ നെയ്യും വാങ്ങിക്കോ, വല്ല അക്കിത്ത ആ പാൽക്കട്ടി, അത് നമുക്ക് യാത്രയിൽ ഉപകരിക്കും, ആട് അവർക്ക് മടക്കി കൊടുക്ക്, സാധുക്കളായ നാടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിർബന്ധിച്ചപ്പോൾ വാഹിദത്തൻ മിനശ്ശിയാഹി, ആട് നബി എങ്ങേക്കാണ് അങ്ങേക്ക് കൊണ്ടുവന്നാന്ന് നിർബന്ധിച്ചപ്പോൾ അഖദനാ വാഹിദത്തൻ മിനശ്ശിയാഹി, ഒരു ആടും വാങ്ങി ആ പാൽക്കട്ടിയും നെയ്യും വാങ്ങി എന്ന് അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. നാസിറുദ്ദീൻ അൽബാനി ഹദീസ് എടുത്തു പറയുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ്, സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ഇബ്നു ബാസ്, മുജദ്ദിദ് അൽഫ് സാലിസി എന്ന് സൗദി അറേബ്യക്കാർ പറയുന്ന ഷെയ്ഖ് ഇബ്നു ബാസ്, അദ്ദേഹത്തിന്റെ അസ്സഹ്റു വൽ ഖുഹാന എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ആർക്കും ഇതൊന്നും നിഷേധിക്കുക സാധ്യമല്ല. കൂട്ടത്തിൽ പറയട്ടെ മുഅ്മിനീങ്ങളെ, മന്ത്രമൊക്കെ അല്ലാഹു തആല അനുവദനീയമാക്കിയ കാര്യം, പക്ഷേ ശർഈയായ കാര്യം കൊണ്ടായിരിക്കണം എന്ന് മാത്രം. മന്ത്രത്തെ വിരോധിക്കുന്ന ഹദീസുകൾ കാണാം, അത് ശർഈ എതിർത്ത മന്ത്രങ്ങൾ മാത്രമാകുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദനീയമായ മന്ത്രങ്ങൾക്ക് മുഴുവനും സമ്മതം കൊടുക്കുകയും അങ്ങനെ ചെയ്യിപ്പിക്കുകയും ചെയ്ത ഹദീസ് സ്വഹീഹ് മുസ്ലിം, ആയിരിദു അലയ്യ റുഖാക്കും ലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ഫീ ശിർകുൻ, ശിർക്കില്ലാത്ത മന്ത്രങ്ങൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരിക്കൽ ഒരു സഹാബി നബിയോട് വന്ന് പറഞ്ഞു, നബിയെ ഇനി അർക്കാമിനൽ അഖറബി, തേള് കടിച്ചോലെ ഞാൻ ചികിത്സ ഊതി സുഖപ്പെടുത്താറുണ്ട്, അങ്ങ് ഊത്തിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് പാടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഫഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹിനോട് പറഞ്ഞു, മൻ ഇസ്തതഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫഅൽ, ആരെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരൊക്കെ ഉപകാരം ചെയ്തോളൂ, അതൊന്നും ഞാൻ വിരോധിച്ചിട്ടില്ല, ശർഈയായ കാര്യങ്ങളെയൊന്നും ഞാൻ വിരോധിച്ചിട്ടില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അമ്മാവനിൽ നിന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രഗൽഭമായ ഹദീസാണ്. ഇമാം മുസ്ലിം അത് സ്വഹീഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ മുഅ്മിനീങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ചികിത്സിക്കാവുന്നതാണ്. മാത്രമല്ല നോക്കൂ, ഇതിന്റെ പേരിൽ ആ സ്ത്രീ നൽകിയ ആ സംഭാവന വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ഇനി അത് മാത്രമല്ല, കൂലി വരെ സ്വീകരിക്കാമെന്ന് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളൊരു ഊതി കൊടുത്തു, അതിന് കൂലി വാങ്ങുന്നതും തെറ്റല്ല. ബാബുൽ ഇജാറ, എന്തിനൊക്കെ കൂലി വാങ്ങാം, എന്തിനൊക്കെ കൂലി കൊടുക്കാം എന്ന അധ്യായമുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ബാബുൽ ഇജാറ, എന്തിനൊക്കെ കൂലി വാങ്ങാം, എന്തിനൊക്കെ കൂലി കൊടുക്കാം. അതിൽ കൊടുക്കുന്ന ഒരു ഹദീസ് എന്താണെന്നറിയോ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തൊട്ടൊരു ഹദീസ്. സ്വഹാബികൾ ഒരു നാട്ടിലേക്ക് യാത്ര പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഒരു വെള്ളത്തടാകത്തിന്റെ പരിസരത്ത് ഒരാൾ തേള് കടിച്ചിട്ട് മരിക്കാൻ കിടക്കുന്നത് പോലെ കണ്ടു. അപ്പൊ ആ പ്രദേശത്തുകാർ വന്നു. തേളിന് നമ്മളെ നാട്ടിലെ പാമ്പിനെ പോലെ വിഷമാണ് മരുഭൂമിയിൽ. അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു തേള് കടിച്ച ആളുണ്ട്, മരിക്കാനായ ആളാണ്, ഹൽ മിൻകും മിൻ ഇറാഖിൻ, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഒന്ന് സഹകരിക്കണമെന്ന് ആ പ്രദേശത്തുകാർ വന്ന് ആവശ്യപ്പെട്ടു. സ്വഹാബികൾ ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. അബൂ സഈദ് നിങ്ങൾ പോയി മന്ത്രിക്കുന്നു പറഞ്ഞു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു മന്ത്രിക്കാൻ വേണ്ടി പോയപ്പോൾ അബൂ സഈദ് ചോദിച്ചു, മന്ത്രിയൊക്കെ തരാം, അള്ളാഹു തൗഫീഖ് ഉണ്ടായിട്ട് പിന്നെ രോഗമൊക്കെ മാറും, പിന്നെ നിങ്ങൾ എന്താ തരാന്ന് ചോദിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരക്കടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞേച്ചാവൂല, എന്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അഹബുൽ അംവാലി തരാം. എന്താ അഹബുൽ അംവാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതൽ എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആടാണ്, ആട് തരാം. അങ്ങനെ എന്ത് ചെയ്തു? ആ ഹബീബ ആ ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഫജലസ ഇൻദ റഅസിൽ ആ ലദീഖിന്റെ തലയുടെ അരികിൽ ഇരുന്നു. ഫഖറ അൽ ഫാത്തിഹ, എന്നിട്ട് ഫാത്തിഹ സൂറത്ത് ഓതി. എന്നിട്ട് ഫനഫസ അലാ റഅസി, തലയെ കൂടെ മന്ത്രിച്ചു. ഫഅഫാഖ. സ്വഹീഹുൽ ബുഖാരി. ഇതൊക്കെ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതാണ്. ഈ ഹദീസൊക്കെ ഇവിടെ മണ്ണിട്ട് മൂടിക്കളയാൻ ശ്രമിക്കുന്ന ആളുകൾ ഇവിടെ കേരളത്തിലുണ്ട്. ഇതിനൊക്കെ പേരിൽ ഇവിടെ സമൂഹത്തിൽ പെരുമ്പറ കൊട്ടുന്ന ആളുകളുണ്ട്. അതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട പരമാർത്ഥമാണ്. അള്ളാന്റെ ദീനിലെ ആധാറുകളും ഹദീസുകളും മണ്ണിട്ട് മൂടുകയും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ, ഖുർആനിലെ ജിന്നിനെ വരെ മൗലവിമാരിവിടെ മണ്ണിട്ട് മൂടുകയും ദുർവ്യാഖ്യാനം ചെയ്തു. എല്ലാവരും അങ്ങനെയൊക്കെയുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗത്തെ കുറ്റം പറയുന്ന തൊട്ട് പലപ്പോഴും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിന്റെ വേദനാജനകമായ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഇത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയ. സംഘടനയല്ല, സത്യത്തിൽ വ്യക്തി
വ്യക്തിയാണ് പലപ്പോഴും ഈ നാശത്തിന് കാരണം. അള്ളാഹുവിന്റെ തഖ്വയുണ്ടെങ്കിൽ മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ ഈ സ്വഹാബി ബഹുമാനപ്പെട്ട അബൂ സഅദ് റളിയല്ലാഹു അൻഹു മന്ത്രിച്ചു കൊടുത്തു. അവര് ഒരു സംഘം ആടുകളെ നൽകി. 30 ആടെന്നും 40 ആട് എന്നും അഭിപ്രായത്തിൽ കാണാം. ആടിനെയും തെളിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി സ്വഹാബികളിലേക്ക് മടങ്ങി വന്നപ്പോ സ്വഹാബികൾക്ക് തർക്കമായി. മന്ത്രിക്കാമെന്ന കാര്യത്തിൽ തർക്കം ഇല്ല. അവരാ പറഞ്ഞയച്ചത്. തർക്കം എന്തായി എന്നറിയോ? അഖദത അലാ കിതാബില്ലാഹി അജ്റ. എന്താ അബൂ സഈദേ, നിങ്ങൾ വലിയ തമാശക്കാരനായിരുന്നു അബൂ സഈദ് റളിയല്ലാഹു അൻഹു. അബൂ സഈദേ, നിങ്ങൾ എന്തായി കാണിച്ചത്? അബൂ സഈദേ, അഖദത അലാ കിതാബില്ലാഹി അജ്റ. അല്ലാഹുവിന്റെ കിതാബ് ഓതിയിട്ട് നിങ്ങൾ ഊതിയിട്ട് കൂലി വാങ്ങിയോ എന്ന് സ്വഹാബികൾ പറഞ്ഞു. അങ്ങനെ തർക്കമായി അവർ തമ്മിൽ. അപ്പോൾ രണ്ട് പാർട്ടിയായി. അപ്പോൾ ന്യൂനപക്ഷം പറഞ്ഞു, സംശയിക്കണ്ട, നമുക്ക് മദീനയിൽ പോകാം, അവിടെ റസൂലുള്ളാഹി ഉണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തെറ്റാണ് എന്ന് റസൂലുള്ളാഹി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആടുകളെ മടക്കി കൊടുക്കാം. അതല്ല ശരിയാണെങ്കിൽ ഹലാലായ മുതല എന്തിന് മടക്കി കൊടുക്കണം? റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയുടെ അരികിൽ ചെന്നപ്പോൾ ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഖൈറ മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. ഒരാൾ കൂലി വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല കൂലി ഖുർആന്റെ പേരിലുള്ള കൂലിയാണ്. നാളെ മുതൽ എല്ലാവരും അതിനു വേണ്ടി കൈനോട്ടക്കാരെ പോലെ ഇരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. വിമർശിക്കണ്ട, ഒരു ഏർപ്പാടാക്കി മാറ്റണം എന്നല്ല, വിമർശിക്കണ്ട, ഒരു ഏർപ്പാടാക്കി മാറ്റണം എന്നല്ല, വിമർശിക്കണം. അങ്ങനെയൊക്കെ ദീനിലുണ്ട്. മുസ്തഫ നബി ഒരു നിയമം കൂടി പറഞ്ഞു. ഒരു യാത്രക്കിടയിൽ ഒരാൾക്ക് നിധി കിട്ടുപോലെ കിട്ടിയത്, അങ്ങനെ കിട്ടിയാൽ ഒരാൾ ഒറ്റക്ക് എടുക്കാൻ പാടില്ല. ഫഖ്സിമഹാ ബൈനക്കും, അത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഓഹരി ചെയ്യണം. ഒരു ഓഹരി എനിക്കും തരണം. അല്ലംതുക്കുമുൽ ഫാത്തിഹ, അതിന്റെ താഴെ കാണാ, ഷറഹിൽ കാണാ. നിങ്ങൾക്ക് ഫാത്തിഹ പഠിപ്പിച്ച്, ഫാത്തിഹ ഓതിട്ടല്ലേ മന്ത്രിച്ചല്ലേ, അപ്പൊ ഫാത്തിഹ പഠിപ്പിച്ച ആള് ഞാനാണ്. റസൂൽ അത് സ്വീകരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇത് സത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം തന്നെയാണ്. ചില ധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദനയാണെങ്കിലും സ്വീകരിക്കൂല, കാരണം അത്ര ഇഷ്ടപ്പെട്ട ധനാവൂല. ഉദാഹരണം ഏതുപോലെ ഈ ഉടുമ്പിറച്ചി, ഉടുമ്പിന്റെ ഇറച്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് നീക്കി കൊടുത്തു. റസൂലുള്ളാഹി കഴിച്ചില്ല. വേറെ സ്വഹാബി കഴിച്ചപ്പോൾ റസൂലുള്ളാഹി എതിർത്തില്ല. ഹലാലായ മുതലാണെങ്കിൽ പോലും മക്റൂഹാണ്, അത്ര നല്ലതല്ല. ഇത് അതുപോലെ കൂടിയല്ല, ഏറ്റവും നല്ല ധനമാണെന്ന് കൂടി ബോധ്യപ്പെടുത്താൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ അത് കഴിക്കണം, എനിക്കതിന്റെ ഒരു അംശം വേണമെന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചു, ആവശ്യപ്പെട്ടു. കിതാബുൽ ഇജാറ, എന്തിനൊക്കെ കൂലി കൊടുക്കാം, എന്തിനൊക്കെ കൂലി ചോദിക്കാം, എന്തിനൊക്കെ കൂലി വാങ്ങാം എന്ന അധ്യായത്തിൽ സ്വഹീഹുൽ ബുഖാരി ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100 ആടുകളെ കിട്ടിയ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് 100 ആടുകളെ കിട്ടിയ ഒരു സംഭവം അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന് ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു സംഗതിയല്ല. ഇവിടെ നോക്കൂ, സഊദി ഔഖാഫിന്റെ പണ്ഡിത ഫത്വ, ഈ ഗ്രന്ഥം കേരളത്തിലെ സലഫി സമൂഹം, ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, ഒരു വസ്തുതയുടെ യാഥാർത്ഥ്യത്തിന് വേണ്ടി പറയാണ്. കേരളത്തിലെ സലഫി സമൂഹം, നമ്മുടെ സലഫി സഹോദരന്മാർ, അവർ തമ്മിൽ രണ്ടായപ്പോൾ ഒരു വിഭാഗം പ്രസിദ്ധീകരിക്കുകയും ഷബാബ് മാസങ്ങളോളം പരസ്യം കൊടുക്കുകയും ചെയ്ത ഒരു പുസ്തകമാണിത്. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. മാസങ്ങളോളം ഷബാബ് വാരിക ഇതിന്റെ പരസ്യം കൊടുത്തിരുന്നു. അങ്ങനത്തെ ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ സഊദി ഫത്വ ബോർഡിന്റെ വിധി എന്ന ഒരു അധ്യായം ഉണ്ട്. പറയുന്നത് കേൾക്കുക. സഊദി ഫത്വ ബോർഡിന്റെ വിധി. ചോദ്യം: ഖുർആൻ കൊണ്ട് രോഗിയെ മന്ത്രിച്ചൂതുന്നതിന് കൂലി വാങ്ങാമോ? പ്രതിഫലമില്ലാതെ മന്ത്രിച്ചൂതാമോ? ഉത്തരം: ഖുർആൻ പാരായണം ചെയ്ത് രോഗിയെ മന്ത്രിക്കാമെന്ന് മാത്രമല്ല, അത് പുണ്യകർമ്മം കൂടിയാണ്. സഊദി പണ്ഡിത ഫത്വയാണ്. ഇത് ഇവിടെ വിമർശിക്കുന്ന ആളുകളുണ്ട്, വളരെ ചിന്തിക്കണം. ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, സത്യമായി ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. അതൊരു പുണ്യകർമ്മം കൂടിയാണ്. എന്റെ സഹോദരൻ ഉപകാരം ചെയ്യാന്നവർ അത് ചെയ്യട്ടെ എന്ന് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാം. എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്, കൂലി വാങ്ങാതെ മന്ത്രിക്കുന്നതാണ് ഉത്തമം. കൂലി ചോദിച്ചു വാങ്ങുന്നതിനും വിരോധമില്ല. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച കാര്യമാണ്. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന ഈ ഗ്രന്ഥത്തിന്റെ 66-ാമത്തെ പേജിൽ ഈ ഉദ്ധരണി കൊടുക്കുന്നുണ്ട്. അത് വെറുതെ കൊടുക്കുകയുമല്ല, സഊദി ഫത്വ ബോർഡിന്റെ വിധിയായി ഇത് നൽകുകയാണ്. ഞാൻ തമാശ പറയുകയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ ഇവിടെ വിരൽ ചൂണ്ടിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്.
സുന്നത്താണ്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിന് എതിർക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ഈ പ്രവർത്തനമൊക്കെ ആർക്കും നടത്താവുന്നതാണ്. ഹലാലായ ശർഈയായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഈ പ്രവർത്തനം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യാം. ഒരു ഏർപ്പാടാക്കുക എന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു ഏർപ്പാടമാക്കുക എന്ന കാര്യമല്ല പറയുന്നത്. അനുവദനീയമായ ശർഈയായ കാര്യങ്ങളെ ഒരിക്കലും നിഷേധിക്കണ്ട എന്നാണ്. ആ കൂട്ടത്തിലാണ് ഇന്ന് പല ആളുകളും സിഹർ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ സിഹർ ഉണ്ട് എന്ന വസ്തുത തന്നെയാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല 1,24,000 അമ്പിയാക്കളിൽ പ്രധാനിയായ ഒരു ഉലുൽ അസ്മിനെ വരെ പറഞ്ഞയച്ചത് സിഹറിനെ ബാത്തിലാക്കാൻ. മാ ജിഅ്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. സയ്യിദനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് സാഹിര്യങ്ങൾ വന്നു, സിഹർ കൊണ്ടുവന്നു. അങ്ങനെ സിഹർ കൊണ്ടുവന്നപ്പോൾ ആ സിഹറിനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ സിഹറിനെ എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, സിഹർ ബാത്തിലാക്കാനുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവ വളരെ ശ്രദ്ധിക്കണം. ആ സാഹചര്യങ്ങൾ സിഹറും കൊണ്ട് വന്നപ്പോ കാല ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മാ ജീത്തും ബിഹി സിഹറു, നിങ്ങൾ ഈ കൊണ്ടുവന്നൊക്കെ സിഹറാണ്. ഇന്നല്ലാഹ സയുബ്തിലുഹു, ഇതിനെ ബാത്തിലാക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അപ്പോൾ സിഹർ ബാത്തിലാക്കാൻ പണിക്കന്മാരെ അപേക്ഷിക്കുകയല്ല വേണ്ടത്, പണിക്കന്മാരെ ശ്രദ്ധിക്കുകയല്ല വേണ്ടത്, അങ്ങോട്ട് പോവുകയല്ല വേണ്ടത്. ഏതൊരാൾക്കും അത് ബാത്തിലാക്കാൻ കഴിയുന്ന ഏറ്റവും സുഗമമായ ഗ്രന്ഥം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് പ്രത്യേകമായ നിപുണമായ രൂപത്തിൽ അത് ചെയ്യാവുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. സത്യവാന്മാരുണ്ട്, നിഷേധിക്കേണ്ട ആവശ്യമില്ല. കള്ളന്മാരുണ്ടാവും, ഞാൻ പിന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഇന്നല്ലാഹ സയുബ്തിലുഹു, അള്ളാഹു തആല അത് ബാത്തിലാക്കി കളയുമെന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ ചുരുക്കത്തിൽ സിഹറുണ്ട്, സിഹറിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. അത് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ച കാര്യം സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ കാന റസൂലുള്ളാഹി സ്വഹിറ ഹത്താ കാന യറാ അന്നഹു യഅതി നിസാ വലാ യഅതിഹിന്ന. ശ്രദ്ധിക്കണേ, സമയം വളരെ പരിമിതമാണ്. ഞാൻ ഓടിച്ചു പോവാണ്, ഒരുപാട് വിഷയം പറയാനുണ്ട്, ഞാൻ ഓടിച്ചു പോവാ. ഇതിൽ നന്മയും കള്ളത്തിലൊക്കെ പറയാനുണ്ട്. സമയം വളരെ പരിമിതമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ രണ്ടാം തവണയും പറയും. എനിക്ക് വെറുതെ പറയലല്ല ആവശ്യം, നിങ്ങളിത് പഠിക്കലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിങ്ങളിത് മനസ്സിലാക്കൽ, പഠിക്കൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ശരിക്കും നിങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. സുഹൈറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് സിഹർ ഉണ്ടായി. ഹത്താ യറാ അന്നഹു യഅതി നിസാ, ഭാര്യമാരെ സമീപിക്കണമെന്ന് റസൂലുള്ളാഹിക്ക് തോന്നും. വലാ യഅതിന, അടുത്തെത്തിയാൽ അത് ചെയ്യാൻ റസൂലുള്ളാഹിക്ക് കഴിയില്ല. ശാരീരികമായ വിഷമം ഒക്കെ അമ്പിയാക്കന്മാർക്കുണ്ടാകാം. അങ്ങനത്തെ ഒരു തരം രോഗം, എന്തല്ല മാനസിക രോഗം അല്ല, ഒരു തരം ഫുതൂർ, തളർച്ച ശരീരത്തിനുണ്ടാവുക. അതേപോലെ തന്നെ ഇത് സുഫിയാൻ ബിൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് അവിടെ ബുഖാരി കൊടുക്കുന്നുണ്ട്, അസർ കൊടുക്കുന്നുണ്ട്. വഹാദ അശദ്ദമായ യകുനു ഫി സിഹരി, റസൂലുള്ളാഹിക്ക് ഉണ്ടായ സിഹർ കുറച്ച് കട്ടി കൂടിയ സിഹറായിരുന്നു. ഫഖാല ആയിഷ ബിബി ഫഖാല, അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി ആയിഷ ബിബിയോട് പറഞ്ഞു, അലിംതി ആയിഷ, ആയിഷ നീ അറിഞ്ഞില്ലേ, അന്നല്ലാഹു അഫ്താനി ഫീ മസ്തഫ്തി, ഞാൻ കുറച്ച് ദിവസങ്ങളായി അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യത്തിന് അള്ളാഹു എനിക്ക് ഫത്വ തന്നു കഴിഞ്ഞു. അത്താനി റജുല, രണ്ടാളെടുത്ത് എന്റെ അടുത്ത് വന്നിരുന്നു. എന്റെ റസി, ഒരാൾ എന്റെ തലയുടെ അടുത്തിരുന്നു, വേറൊരാളിന്റെ കാലിന്റെ അടുത്തും ഇരുന്നു. എന്റെ റസി, തലന്റെ അടുത്തുള്ള ആള് കാലിന്റെ അടുത്തുള്ള ആളോട് പറഞ്ഞു, മാ ബാലു റജുലി, ഇയാൾ അവസ്ഥ എന്താണ് എന്ന് ഒരാളോട് ഇങ്ങനെ സംഭാഷണം നടത്തുമ്പോൾ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. ഇതെന്താ അങ്ങനെ നാടകമാകണമെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ് ഹദീത്ത്. സ്വഹീഹുൽ ബുഖാരി ആണ്, സ്വഹീഹ് മുസ്ലിമാണ്. ഇനി തീരുമാനിക്കേണ്ടത് ഞാനും നീയും അല്ല, പടച്ചതമ്പുരാനാണ്. നല്ലോണം മനസ്സിലാക്കണം. ഇതെന്തെങ്ങനെ നാടകമായി എന്ന് ചോദിക്കാറുണ്ട് ചില ആളുകൾ. അപ്പൊ അത് തെറ്റല്ലേ? സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിമിന്റെ മുത്തഫഖ് അലൈഹി ഹദീസാണ്. ഒരു ആവിഷ്കാരത്തിലൂടെ അള്ളാഹു റസൂലുള്ളാഹിക്ക് അത് കാണിച്ചു കൊടുത്തു. മലായിക്കത്ത് വന്നിട്ട് അപ്പുറം നിന്നു. റസൂലുള്ളാഹി ഉറങ്ങുന്ന നേരത്തെ റസൂൽ അങ്ങനെ കണ്ണിൽ കാണാൻ അമ്പിയാക്കന്മാരെ സ്വപ്നം നമ്മളെ പോലെയല്ല. അർറുയ സ്വാലിഹായ സ്വപ്നങ്ങളാണ് അമ്പിയാക്കന്മാർ കാണുക. ഒരാൾ അടുത്ത ആളോട് ചോദിച്ചു, മാ ബാലു ഹാദർ റജുലി, ഈ ആൾ അവസ്ഥ എന്താണ്? അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, മത്ബൂബുൻ, ഈ ആൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. ഒമൻ
ത്വബ്ബഹു, ആരാ സിഹർ ചെയ്തത്? ഖാല, അപ്പൊ അടുത്ത മലക്ക് പറഞ്ഞു ലബീദ് ബിൻ ആസം എന്ന ജൂതന്റെ കൂട്ടുകാരൻ. ആൾ മുനാഫിക്കാണ്, ജൂതന്റെ കൂട്ടുകാരനാണ് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ജ്യോത്സ്യനായിരുന്നു. ചുരുക്കത്തിൽ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. അപ്പൊ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാം. ജിന്നിന് മനുഷ്യന്റെ തടിയിൽ കയറാം, സിഹർ ഉണ്ടാവാം, ഇതൊന്നും യാതൊരു തെറ്റുമല്ല, ഇതൊക്കെ ഉണ്ടാവാവുന്ന കാര്യ, ഇത് നിഷേധിക്കാവുന്ന കാര്യമല്ല. ഇബ്നു തൈമിയ്യ തന്നെ പറയുന്ന സംഭവങ്ങൾ കാണാം. ഇന്നൽ മുൻകിറലി ദുഖൂലിൽ ജിന്നി ഫീ അബ്ദാനിൽ ജിൻസി, മനുഷ്യന്റെ തടിയിൽ ജിന്ന് കേറൂല എന്ന് ആരെങ്കിലും വാദിച്ചാൽ ദഹ്രിയുൻ, അവൻ നിരീശ്വരവാദിയാണ്, അത് നിരീശ്വരവാദമാണെന്ന് ഇബ്നു തൈമിയ്യ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പല ജാതി കുഴപ്പങ്ങളും അവർ സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ വിശ്വാസികളെ സാന്ദർഭികമായി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ സഊദി ഔഖാഫിന്റെ ചീഫ് മുഫ്തിയായിരുന്ന, ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഇബ്നു ബാസ് തനിക്കുണ്ടായ അനുഭവം ഈ പറഞ്ഞത് ഈ ഗ്രന്ഥത്തിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. റിയാദിൽ താമസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ ബാധിച്ചിരുന്ന ജിന്ന് എൻ്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച വാർത്ത കഴിഞ്ഞ ഷഅബാനിൽ ഒട്ടേറെ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ പറയുന്നത്. റിയാദിലെ അബ്ദുല്ലാഹ് ഇബ്നു മുശ്രിഫുൽ അംരിയുടെ മുമ്പിലാണ് ബുദ്ധമത വിശ്വാസിയായ ജിന്നുമായി യുവതി ആദ്യം പോയത്. അവിടെ വെച്ച് തന്നെ അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഞാനും കൂടി സാക്ഷിയാകാൻ വേണ്ടിയാണ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരുന്ന ജിന്നിനോട് അവളിൽ പ്രവേശിക്കാനുണ്ടായ കാരണങ്ങൾ ഞാൻ ആരാഞ്ഞു. ജിന്ന് മറുപടി നൽകിയത് സ്ത്രീയുടെ നാവിലൂടെയാണ് ഞാൻ പ്രവേശിച്ചത് എന്നായിരുന്നു. പക്ഷേ സ്വരം പുരുഷൻ്റെതായിരുന്നു. ഈ പെണ്ണിനോട് വർത്താനം പറഞ്ഞു, പക്ഷെ പുരുഷന്റെ ശബ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീയുമായി ഞാൻ സംസാരിച്ചപ്പോൾ സ്ത്രീയുടെ ഒരു സഹോദരനും സഹോദരിയും എൻ്റെ സമീപത്തുണ്ടായിരുന്നു. കൂടാതെ അബ്ദുള്ള അല്ലാമിയും മറ്റു ചില പണ്ഡിതന്മാരും ഇതിന് സാക്ഷിയായി. പിന്നീട് വളരെ വ്യക്തമായ സ്വരത്തിൽ ജിന്ന് ഇസ്ലാം മത ആശ്ലേഷണം പ്രഖ്യാപിക്കുകയും എൻ്റെ നിർദ്ദേശാനുകരണം സ്ത്രീയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. എന്ന ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സഊദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ, അവിടുത്തെ ഫത്വ ബോർഡിന്റെ ഗ്രാൻഡ് മുഫ്തിയായ ആലു ഷെയ്ഖിൽ ഏറ്റവും പ്രധാനിയായ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ പണ്ഡിത ഫത്വ ഈ ഗ്രന്ഥം തന്നെ എടുത്തു ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇങ്ങനെയുള്ള സിഹറും അത് മറ്റൊരാൾ അയക്കുന്നത്, മറ്റൊരാൾ ഇങ്ങനെ ഒരാൾ ഒരു കാഫിറായ മനുഷ്യന് ഒരു കാഫിറായ ജിന്നനെയോ ഫാസിഖായ ജിന്നനെയോ ആവാഹിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പല ദുഷ്പ്രവർത്തനങ്ങൾക്കും ചെയ്യാൻ നിമിത്തമാക്കാൻ കഴിയും എന്ന് അത് സംബന്ധമായ രേഖകൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല. വളരെ ചിന്തിക്കണം. ഇതിന്റെ നിയമം ഒരാളും സിഹറിന് രണ്ടു തരം അബദ്ധം എന്ന് സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന്, സിഹർ ചെയ്യുന്ന ഒരു പ്രവണത ഇന്നും സമൂഹത്തിലുണ്ട്. സിഹർ ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ സ്വർഗം കാണുകയില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കൂല എന്ന് റസൂൽ പറയുന്നുണ്ട്. ഒന്ന് മുദമ്മിനു ഖംറിൻ, ഒന്ന് കള്ളുകൊണ്ട് മത്തി പിടിച്ചവനാണ്. ഒന്ന് ആഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവനാണ്. ഒന്ന് മുസദ്ദിഖും ബിസിഹ്രി, ജോത്സ്യന്റെ പിന്നാലെ നടക്കുന്ന ആളാണ്. സിഹർ ചെയ്യിപ്പിക്കുക, സിഹർ ചെയ്തു കൊടുക്കുക. അസ്സാഹിറു കാഫിറുൻ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാഹിർ കാഫിറാണ് സിഹർ ചെയ്തു കൊടുത്താൽ. ഈ പ്രവണത വളരെ വലിയ തെറ്റാന്ന് മാത്രമല്ല, സബ്ഉൽ മുബിഖാത്ത് പറഞ്ഞോർത്ത് അശ്ശിർകു ബില്ലാഹി വസ്സിഹ്റു എന്നാ പറഞ്ഞത്, പിന്നെ അതില്ല എന്ന് പറയാം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ സഹോദരങ്ങളെ, ഇതിനെ വിശ്വസിക്കുന്ന ഒരു തരം അന്ധവിശ്വാസ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ റയറായിട്ടാണ് അത്തരം കാര്യം ഉണ്ടാവുക. പക്ഷെ ജലദോഷം ഉണ്ടാവുമ്പോഴത്തിന് എന്താ നിങ്ങൾ ഉറങ്ങണത്, ജലദോഷം ഉണ്ടാവുമ്പോഴത്തിന് സേറാന്ന് പറയാ, അത് ചെയ്തെന്നാന്ന് പറയാ, എന്നിട്ട് ബഹളായി കുഴപ്പമായി, ഇത് തന്നെ കുഴപ്പം. ഇത് ഒരു അന്ധവിശ്വാസമാണ് സമൂഹത്തിൽ. ആരടുത്തെങ്കിലും ഒക്കെ നിങ്ങൾ ചെന്നാൽ ഇക്കാലം വരെ ഒരാൾ മിക്കവാറും, ഞാൻ പറയണ്ടേ, നമ്മൾ ഈ നാട്ടിൽ കാണുന്ന ചികിത്സാരികളിൽ ഏറിയ കൂറിൻ്റെ അടുത്ത് ചെന്നാലും പറയാ നിങ്ങൾക്ക് സിഹറാണ്. നിങ്ങൾ ചിന്തിക്കുക. ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എനിക്ക് ചെറിയ രോഗം ഉണ്ടായി ഈ അടുത്തൊരു സമയത്ത്, ഒന്നുമില്ല, ഒരു ജലദോഷപ്പനി. അപ്പൊ ഒരാളിനോട് പറഞ്ഞു എനിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നാലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒരു സിഹർ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോ അള്ളാന്റെ കലാമല്ലേ, ബാധിക്കൂല എന്നൊന്നുമല്ല നമുക്ക് വാശി. പക്ഷേ ഞാൻ ആ കാര്യത്തെ അത്ര ആശ്രയിച്ചില്ല. ഒരു കുഴപ്പമുണ്ടായില്ല, ജലദോഷപ്പനി മാറി, യാ അല്ലാഹ് ഉഷാറായിട്ട് കാര്യം നടന്നു പോണോ.
നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ നോക്കണേ, ഇങ്ങനെ ഇപ്പൊ ഇത്തരം വാക്കിപ്പോ നിങ്ങൾ ആലോചിക്കണം. സമൂഹത്തിൽ ഒരു നിലക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്ന നമ്മളോട് തന്നെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ വല്ലാതെ പറയുന്നു. അപ്പൊ പിന്നെ സമൂഹത്തിൽ ആരോടൊക്കെ പറയാം? നിങ്ങൾ ചിന്തിക്കണം. ഏറിയ കൂടെ നമ്മളൊരു ചികിത്സാരിയെ കണ്ടാൽ പറയും, നിങ്ങൾക്ക് ചെറിയ ഒരു കുഴപ്പമുണ്ട്, ഒരു 1-2 രാത്രിന്റെ ഒരു പണി ഉണ്ടാവും എന്നാ പറയാ. ഇങ്ങനെ പറയാത്ത ഒരാളുണ്ടാവേ ഇല്ല. എല്ലായിടത്തും നിങ്ങൾ ഇതെന്താ കാരണം എന്നറിയോ? ഇത് അലഷാൻ ഫുലൂസ്, ഇതിന് പിന്നിൽ ഫുലൂസ. ഇത് ദീപസ്തംഭം, മഹാശല്യം, നമുക്കും കിട്ടണം പണം. ഇത് പണത്തിന്റെ ഭാഗ. ഇതിൽ നമ്മളെ ആളുകളൊക്കെ പെട്ടുപോയിട്ടുണ്ട്. പെണ്ണുങ്ങളാ വല്ലാതെ പെട്ടുപോയിട്ട്, വല്ലാതെ. നിങ്ങൾ എല്ലാ കാര്യത്തിനും പെണ്ണുങ്ങളാണല്ലോ. മലപ്പുറം ജില്ലയിലെ കന്നാസ് മുഴുവനും ഒരു 5-8 കൊല്ലം മുമ്പ് തീർന്നു പോയി. പെട്ടെന്ന് കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യം വന്നു, കന്നാസ് തീർന്നു പോയി. അറിയൂല സംഭവം.